ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടാണ്. ഞാൻ തൊലി കളഞ്ഞ് വെച്ചേക്കുന്നത് ബീട്രൂട്ട് തോരനാണ്. അപ്പം മധുരമില്ലാത്ത ബീട്രൂട്ട് തോരനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചിരണ്ടിയെടുക്കാം. അപ്പോൾ ഈ സാധനം കൊണ്ട് ഞാൻ നന്നായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നീരിതിൻ്റെ വരും. അപ്പോൾ നമ്മൾ ഈ നീര് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഈ നീരോട് കൂടി തോരൻ വെച്ചാൽ കുഴഞ്ഞിരിക്കുകയുള്ളൂ, നന്നായിട്ട് വെറുവറാന്നൊന്നും വരത്തില്ല. അപ്പം നമ്മളിത് പിഴിഞ്ഞ് ഇതിൻ്റെ നീരും നമ്മുടെ ബീട്രൂട്ടും മാറ്റി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നമ്മളിതിൻ്റെ നീര് കളയുന്നില്ല, അത് നമ്മൾ വേറൊരു വഴി കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് പിഴിഞ്ഞ് മാറ്റി മാറ്റി വയ്ക്കാം. ഇത് കത്തിയും കൊണ്ട് കുത്തി അരിഞ്ഞെടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുത്ത് നമുക്കിതിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞ് മാറ്റാൻ പറ്റത്തില്ല അവരും. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് ഒരുപാട് നീരൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നീര് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ടയൊന്ന് ഉടച്ച് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. നമുക്ക് ഈ നീര് കൊണ്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ആക്കാൻ പോവുകയാണ്. അപ്പം ഒന്നും നമ്മൾ കളയുന്നില്ല കേട്ടോ. നമുക്കിതിൻ്റെ ജ്യൂസ് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഗുണമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പച്ചക്കറി അല്ല കേട്ടോ ഇത്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ഇങ്ങനെ തോരൻ വെക്കാൻ തുടങ്ങിയ പിന്നെ ഞാനിത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിത് അരിച്ചെടുത്ത് മാറ്റുവാണ്. ഇനി നമുക്ക് ഒരു മുറി നാരങ്ങയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അതും വേണ്ടവർക്ക് കുടിച്ചാൽ മതി. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അരിപ്പയിലിരിക്കുന്നതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത്രയും ജ്യൂസാണ് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ആ പ്ലേറ്റ് കഴുകിയുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. ഇനി അതിലേക്കൊരു അരമുറി നാരങ്ങ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞൊന്ന് ഒഴിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് അങ്ങ് നീരിങ്ങ് ചാടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട കുറച്ച് നീര് കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ നീര് അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്കിതും കൂടെ അരിച്ച് ആ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കേട്ടോ. ഈ ഷുഗർ ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം, അല്ലാത്തവർക്ക് അല്ലാതെ വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ കുടിക്കാനൊക്കെ വലിയ പാടാണ്. അതും കൂടെ അതിനകത്തോട് അരിച്ചൊഴിച്ചിട്ട് നമുക്കൊരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ബീട്രൂട്ട് ജ്യൂസിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും അതുകൂടാതെ കരളിലെ വിഷാംശങ്ങളെ പുറന്തള്ളി കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ബീട്രൂട്ട് ജ്യൂസ്. അതുകൊണ്ട് ഇഷ്ടമുള്ളവർ ഇത് കളയാതെ കുടിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തോരൻ വെക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒതുക്കിയെടുക്കാനുള്ള അരപ്പിനുള്ള സാധനങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. ചുമന്നുള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കുറച്ചേറെ കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ കറിവേപ്പിലയൊക്കെ നമ്മൾ കറികൾക്കകത്ത് അരച്ച് ചേർക്കുകയാണെങ്കിൽ അത് നമ്മൾ കഴിച്ചോളും, അല്ലെങ്കിൽ നമ്മൾ പുറത്തെടുത്ത് കളയുമല്ലോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ജീരകമോ പെരിഞ്ജീരകമോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഞാനൊരു കുറച്ച് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒട്ടും ജലാംശം എന്ന് വെച്ചാൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തുകൊണ്ട് തന്നെയും ഇത് നല്ല പെർഫെക്റ്റ് തോരനായിട്ട് നമുക്ക് കിട്ടും. അല്ല കുഴഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം ഒരുപാട് നേരം മൂടി വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇത്രയും നൈസായിട്ടിൽ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ബീട്രൂട്ട് തോരൻ വയ്ക്കുമ്പോൾ അതിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ച് വെക്കുന്നവരുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ.
നമ്മൾ ഈ അരപ്പ് ചേർക്കണ സമയത്ത് തന്നെ മുട്ടയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടിച്ചൊഴിക്കുക, അല്ലെങ്കിൽ ആദ്യം കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് മുട്ട ചിക്കിയതിന് ശേഷം ബീട്രൂട്ട് ഇട്ട് അരപ്പും കൂടി ഇട്ട് വെക്കുകയൊക്കെ ചെയ്യാം. മുട്ടയിട്ട് തോരനും നല്ല ടേസ്റ്റാണ്. ഒന്ന് അരപ്പൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വെന്തെടുക്കാം കേട്ടോ. അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള തോരനാണ്. നമ്മൾ ജ്യൂസ് കളയുന്നില്ല, ജ്യൂസും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള മധുരമില്ലാത്ത ബീട്രൂട്ട് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.